വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇനി കളക്ടർ മാഡത്തെ ആദരിക്കുന്ന ചടങ്ങാണ് എന്ന് വിളിക്കുമ്പോൾ സത്യഭാമയും തേജസ്വിനിയും കൂടി സ്റ്റേജിലേക്ക് കയറുകയാണ്. തുടർന്ന് പൊന്നാടെ അങ്ങോട്ട് സത്യഭാമ എടുക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ സത്യാമ്മയെന്നിങ്ങനെ തേജസ്വിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ആദരിക്കാനുള്ള അവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അത് പൊന്നാട അങ്ങോട്ട് തേജസ്വിനി അണിയിക്കുകയാണ്. അന്നേരം എല്ലാവരും ഒക്കെ കൈയടിക്കുന്നുണ്ട്. അന്നേരം ശാലിനി നിനക്ക് കിട്ടേണ്ട അംഗീകാരമാണ് എന്നൊക്കെ തേജസ്വിനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അന്നേരം എൻ്റെ കുഞ്ഞേച്ചിക്ക് കിട്ടേണ്ട അംഗീകാരമാണ് എന്നിങ്ങനെ ശ്യാമയും കരുതുന്നുണ്ട്. ശാലിനി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഇതൊക്കെ വാതിൽക്കൽ നിന്ന് സങ്കടത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം തേജസ്വിനി മാഡത്തെക്കുറിച്ച് 2 വാക്ക് എന്ന് പറഞ്ഞ് സത്യാമ്മയ്ക്ക് മൈക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം തേജസ്വിനി മാഡം തന്നെയാണ്. വഴിയരികിൽ ബോധമറ്റ് കിടന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഔദ്യോഗിക വാഹനത്തിൽ എന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ സംഭവങ്ങളൊക്കെ സത്യഭാമ അവിടെ പറയുകയാണ്. അന്നേരം സത്യാമ്മയുടെ ജീവൻ രക്ഷിച്ചത് എൻ്റെ കുഞ്ഞേച്ചിയാണ്, ഇതിപ്പോൾ ആരോടും പറയാനും വയ്യല്ലോ എന്നും പറഞ്ഞ് ആകെ വിഷമത്തിൽ ശ്യാമ ഇരിക്കുകയാണ്. തുടർന്ന് പിന്നെ ഈ കളക്ടറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കളക്ടർ ചെയ്ത നല്ല കാര്യങ്ങളല്ല ഇപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയമല്ലേ, പേര് മാത്രമേ അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. തേജസ്വിനി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം വരുത്താനായിട്ട് വന്ന കുട്ടിയാണെന്നൊക്കെ സത്യഭാമ കളക്ടറെ കുറിച്ചങ്ങ് സംസാരിക്കുകയാണ്. തുടർന്ന് കളക്ടർ 2 വാക്ക് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് സത്യഭാമയെക്കുറിച്ചുമൊക്കെ തേജസ്വിനി സംസാരിക്കുന്നുണ്ട്. ഇതേസമയം പപ്പിയും സത്യയും കൂടിയാണെങ്കിൽ അങ്ങ് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. വിഷ്ണു പോകുന്നത് കണ്ടിട്ടാണ് ഈ കുട്ടികളും വിഷ്ണുവിൻ്റെ പുറകെ അങ്ങ് പോകുന്നത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ച് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ സൈഡിലേക്ക് പോയി നിൽക്കുകയാണ്. അന്നേരം എന്താ ഇവിടെ വിഷമിച്ച് നിൽക്കുന്നത്, ചേച്ചിയമ്മ വന്നില്ലേ എന്നിങ്ങനെ ചേച്ചിയമ്മ എവിടെയെന്നിങ്ങനെ പപ്പിയോ ചോദിക്കുകയാണ്. അന്നേരം ചേച്ചിയമ്മ വന്നില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം സാരമില്ല ചേച്ചിയമ്മ വന്നോളും വിഷമിക്കണ്ട എന്നിങ്ങനെ പപ്പിയും സത്യയുമൊക്കെ ചേർന്ന് പറയുകയാണ്. അന്നേരം സത്യയുടെ അമ്മയും വന്നില്ലല്ലേ എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്, സത്യയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പക്ഷേ കുട്ടികൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വലുതായിട്ട് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല. ശാലിനി എവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത മാത്രമാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ അന്നേരം. തുടർന്ന് ബിഗ് ഫ്രണ്ടിൻ്റെ ഫോൺ ഇങ്ങോട്ട് തരൂ, അമ്മയൊന്ന് വിളിക്കാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ശ്രദ്ധിക്കാതെ തന്നെ ഫോൺ അങ്ങ് കൊടുക്കുകയാണ്. തുടർന്ന് ലോക്ക് എന്നിങ്ങനെ സത്യ പറയുമ്പോൾ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് പപ്പി അങ്ങ് ഫോൺ വാങ്ങിക്കുകയാണ്. എന്നിട്ട് നമ്പർ പറയുമെന്ന് പറയുമ്പോൾ സത്യ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ വിഷ്ണു അതൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ശാലിനിയുടെ നമ്പർ ഡയൽ ചെയ്ത് പപ്പി തന്നെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാലിനി അതിനകത്ത് നിൽക്കുകയാണല്ലോ. അന്നേരം ശാലിനിയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ശാലിനി ബാഗിൽ നിന്നും പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ വിഷ്ണുവേട്ടൻ എന്നിങ്ങനെ എഴുതി കാണിക്കുകയാണ്. അന്നേരം ശാലിനി ആകെ അങ്ങ് അന്തം വിടുകയാണ്. അന്നേരം പെട്ടെന്ന് അതങ്ങ് സൈലൻ്റ് ആക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് എടുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യമാണെങ്കിൽ പപ്പിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ്. എന്നിട്ടും ബെല്ലടിച്ച് നോക്കുമ്പോൾ ശാലിനി അത് എടുക്കുന്നില്ല. ശാലിനി സൈലൻ്റ് ആയിട്ട് ആകെ അങ്ങ് വിഷമിച്ച് അതിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. വിഷ്ണു ആണ് വിളിക്കുന്നതെന്നാണ് ശാലിനി അവിടെ കരുതുന്നത്. അന്നേരം അമ്മ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അതായിരിക്കും ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് തിരിച്ച് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു അതങ്ങ് വാങ്ങുന്നുണ്ട്. തുടർന്നും വിഷ്ണു ആണെങ്കിൽ അങ്ങ് ആകെ വിഷമിച്ചിരിക്കുകയാണ് ശാലിനി വരാത്തതിൽ, ശാലിനിയെ കാണാത്തതിലൊക്കെ. അന്നേരം ബിഗ് ഫ്രണ്ട് ചേച്ചിയമ്മയെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും അല്ലേ, വിഷമിക്കണ്ട എന്നായാലും ചേച്ചിയമ്മ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയങ്ങ് കൊടുക്കുകയാണ്. തുടർന്ന് പപ്പിയും അതേപോലെ വിഷ്ണുവിനൊരു ഉമ്മയും കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു ഒന്ന് ശ്രദ്ധിക്കുകയാണ് 2 പേരെയും. എന്നിട്ട് 2 കുട്ടികളും പോകാമെന്നും പറഞ്ഞ് അവർ 2 പേരും ഓടി പോകുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ നെഞ്ചൊക്കെ അങ്ങ് തുടിക്കുകയാണ്. മാല വിഷ്ണു ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കറക്കുകയാണ് കഴുത്തിൽ കിടക്കുന്നത്. എന്നിട്ട് എനിക്കറിയാം ശാലിനി താൻ എവിടെയോ ഉണ്ട്, തന്നെ ഞാൻ കണ്ടുപിടിക്കും, എങ്ങനെയും ഞാൻ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ആകെ വിഷമിച്ച് വിഷ്ണു അവിടെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് തേജസ്വിനിയാണെങ്കിൽ സത്യഭാമയുടെ യാത്രയൊക്കെ പറയുകയാണ്, ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. തുടർന്ന് അവിടെ നിന്ന് ആ സമയത്ത് ശാലിനിയാണെങ്കിൽ അതേപോലെ തലയിൽ കൂടി ആ സാരിത്തുമ്പ് മറച്ചുകൊണ്ട് കാറിലേക്ക് കയറി വന്നിരിക്കുന്നുണ്ട്. തുടർന്ന് തേജസ്വിനിയാണെങ്കിൽ കാറിലേക്ക് കയറാൻ നേരവും ആളുകളൊക്കെ ഓടി വന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ബാക്ക് സീറ്റിൻ്റെ ഗ്ലാസ് ഇങ്ങനെ താത്തി ഇടുന്നുണ്ട്. തുടർന്ന് ശാലിനി അവരോടൊക്കെ വെളിയിൽ വന്ന് നിൽക്കുന്നവരോടൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യഭാമയോ വേറെ ആരും അവിടെ ഇല്ല. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ പുറത്ത്
പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം വിഷ്ണുവിനെ നെഞ്ചങ്ങോട്ട് തുടിക്കുകയാണ്, തൻ്റെ ശാലിനി അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. തുടർന്ന് ആൾക്കൂട്ടത്തിലൊക്കെ ശാലിനി അങ്ങ് പരതുകയാണ്. ഇതേസമയം ആ കാറിലിരിക്കുകയാണ് ശാലിനിയും തേജസ്വിനിയും കൂടി. തേജസ്വിനി കാറിലിരുന്നിട്ടും വെളിയിൽ വന്ന് നിൽക്കുന്നവരോട് സംസാരിക്കുക ചെയ്യുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഒന്നല്ലാതെ ഇങ്ങനെ എല്ലായിടും അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കാറിനകത്തിരിക്കുന്ന ശാലിനി വിഷ്ണു ഇങ്ങനെ കാണുകയാണ്. അന്നേരം ശാലിനിയും നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ശാലിനി എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അന്തം വിട്ട് വിഷ്ണു നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നോക്കിക്കൊണ്ട് കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ട്. അതേസമയം രാമേട്ട വണ്ടി എടുക്കുക എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ്. അതേസമയം ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ഇങ്ങനെ പുറകെ ഓടുമ്പോഴത്തേക്കും വണ്ടി അങ്ങ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്താന്നിങ്ങനെ തേജസ്വിനി ചോദിക്കുമ്പോഴാണ് തേജസ്വിനിയും കാണുന്നത് വിഷ്ണു ശാലിനിയെ കണ്ടു എന്നുള്ളത്. തുടർന്ന് വണ്ടി അങ്ങ് എടുക്കുന്നുണ്ട്. പക്ഷേ ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ വണ്ടിയുടെ പിന്നാലെ ഓടുകയാണ്. അന്നേരം വിഷ്ണു വരുന്നുണ്ട്, വണ്ടി നിർത്താൻ പറയട്ടെ എന്നൊക്കെ തേജസ്വിനി ചോദിക്കുമ്പോൾ നിവർത്തിയില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. ശാലിനി അങ്ങ് പൊട്ടി കരയുന്നുണ്ട്. അതേസമയം ഡ്രൈവറും ആ ഫ്രണ്ടിലെ കണ്ണാടിയിൽ കൂടി കാണുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ വണ്ടിയുടെ പുറകെ ഓടി വരുന്നത്, ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത്. താൻ എങ്ങോട്ടായി പോകുന്നത്, നിർത്ത് എന്നൊക്കെ വിളിച്ചുകൊണ്ട് വണ്ടിയുടെ പുറകെ കുറേ നേരം വിഷ്ണു ഇങ്ങനെ ഓടുകയാണ്. തുടർന്ന് വണ്ടി അങ്ങ് സ്പീഡിന് വിട്ടു പോകുന്നുണ്ട്. ശാലിനി അതിനകത്തിരുന്ന് അങ്ങ് പൊട്ടി കരയുകയാണ്. ശാലിനിയെ ആശ്വസിപ്പിക്കാനൊക്കെ തേജസ്വിനി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് കരച്ചിലടക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് തൻ്റെ കഴുത്തിലെ താലിമാല ഇങ്ങനെ എടുത്ത് ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു കുറേ നേരം ഓടുമ്പോഴത്തേക്ക് വിഷ്ണു അങ്ങ് തളരുകയാണ്. തുടർന്ന് റോഡിൽ ഇങ്ങനെ മുട്ടുകുത്തി വിഷ്ണു ഇരിക്കുന്നുണ്ട്. താൻ എൻ്റെ കൺവെട്ടത്തു നിന്ന് എവിടെയാണോ പോകുന്നത്, തനിക്കങ്ങനെ പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ റോഡിലിരുന്ന് വിഷ്ണു അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം അത് കാറിൻ്റെ ബാക്കിൽ കൂടി നോക്കിയിട്ട് ശാലിനിയും തേജസ്വിനിയും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ വണ്ടി നിർത്തുന്നില്ല. ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. വണ്ടി അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. ആകെ സങ്കടപ്പെട്ട് വിഷ്ണു അവിടെ ഇരുന്ന് കുറേ നേരം അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം വിഷ്ണു അവിടെ ശാലിനി നന്നായിട്ട് കാണുന്നുണ്ട്. തൻ്റെ അമ്മ കാരണമാണ് ശാലിനി തൻ്റെ മുമ്പിൽ വരാത്തതെന്ന് തന്നെയാണ് വിഷ്ണു അവിടെ വിചാരിക്കുന്നതും. പക്ഷേ വിഷ്ണുവിൻ്റെ മുമ്പിലേക്ക് ശാലിനിയും ചെല്ലുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയെന്ന് പുറത്തു നിന്ന് ആരോ വിളിക്കുന്ന കേൾക്കുമ്പോൾ ശാന്തയാണോടി, പിന്നെ ഹോട്ടൽ പൂട്ടിയെങ്കിൽ താക്കോൽ വെച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ വീണ്ടും ഈ ശാരദാമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം വെച്ചിട്ട് പോകാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മുമ്പ് അവിടെ താമസത്തിന് വന്നിരുന്ന ഭാനുമതി അമ്മ ഉണ്ടല്ലോ, ആ ഭാനുമതി അമ്മയാണ് കാണിക്കുന്നത്. പിന്നെ ദേഹം മൊത്തം ചെളിയൊക്കെ ഉണ്ട്, കാലും കയ്യിലും ഒക്കെ ചെളിയൊക്കെ ആയിട്ട് ആ പഴയ ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അന്നേരം എന്നെ മനസ്സിലായാൻ ചോദിക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ശാരദാമ്മ ഓർക്കുകയാണ്. അന്ന് റോഡിൽ വയ്യാതെ കിടന്നപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും പിന്നീട് ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ കത്തിക്കുത്തേറ്റതും ഹോസ്പിറ്റലിൽ നിന്ന് പോയതുമൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഭാനുമതി അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്നെ മനസ്സിലായല്ലേ, ഞാൻ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ്, അവിടെ ക്യാമ്പിൽ നിന്ന് എന്നെ വിട്ടില്ല, ഞാൻ ഓടി വന്നതാണ്, അവിടെ പശുക്കളും കന്നാലികളും എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പരസ്പര ബന്ധമില്ലാതെ ഭാനുമതിയമ്മ സംസാരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ആകെ എന്തോ ഒരു വശപ്പിശക് തോന്നുകയാണ്. അന്നേരം ഒരിലെ ചോറ് തരില്ലേന്ന് ചോദിക്കുമ്പോൾ തരാൻ അകത്തേക്ക് വാന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇറം മാറണം, ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാണെന്നൊക്കെ പരസ്പര ബന്ധമില്ലാതെ ഭാനുമതിയമ്മ സംസാരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു എന്തായാലും തൻ്റെ ശാലിനിയെ കണ്ടു. പക്ഷേ ശാലിനി ആണെങ്കിൽ വിഷ്ണുവിന് പിടികൊടുത്തില്ല. ആ വിഷ്ണുവിൻ്റെ സങ്കടം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ റോഡിലിരുന്ന് വിഷ്ണു കരയുന്നതും ശാലിനിയെ കണ്ടിട്ട് അടുത്തേക്ക് ചെല്ലാൻ സാധിക്കാത്തതും ഒക്കെ കാണേണ്ട സീൻ തന്നെയാണ്. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്